ഓം ശാന്തി. ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിലാണ് സംസാരിക്കാൻ പോകുന്നത്. ആ ഒരു ഫ്രണ്ട് തൻ്റെ അനുഭവം എന്നോട് പറയുകയാണ്. ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന, മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം തന്നെ അനുഭവം പറയുക, ഇതിനു മുന്നേ ഈ ട്രെയിനർ ആവുന്നേക്കാൾ മുന്നുള്ള സമയം, ഒരു 18-20 വയസ്സുള്ള സമയത്ത് പല ബിസിനസ്സുകളിലും പല രീതിയിലും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എത്ര പരിശ്രമിച്ചിട്ടും വേണ്ടത്ര രീതിയിൽ ഫെയിലിയർ എന്നൊന്നും പറയാനാവില്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള ഒരു സക്സസ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു അത്രേ. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട്, ഫേമസ് ആയ മറ്റൊരു ട്രെയിനർ, അവരുമായിട്ട് ഒന്നിച്ചൊരു ഹോട്ടലിലിരുന്ന് സംസാരിക്കാനുള്ളൊരു അവസരമുണ്ടായി. അങ്ങനെ സംസാരിക്കുമ്പോൾ ആ ട്രെയിനറായിരിക്കുന്ന ഫ്രണ്ടിനോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നോക്ക്, എനിക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്തൊക്കെ പരിശ്രമിച്ചിട്ടും എനിക്ക് ആ വേണ്ടത്രതായിട്ടുള്ള സക്സസ് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല, എന്തുകൊണ്ടാണ് ചോദിച്ചു അത്രേ. അപ്പോൾ അയാൾ പറഞ്ഞു, നീ നിൻ്റെ ഗോൾ ലിസ്റ്റ് ഒന്ന് എന്നെ കാണിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു. അപ്പോൾ ഗോൾ ലിസ്റ്റ് കാണിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഗോൾ ലിസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ കയ്യിലില്ലാത്തതാണോ പറയുന്നത്, വീട്ടിലുണ്ടെന്നാണോ പറയുന്നത് എന്ന് ഒന്നുകൂടെ ചോദിച്ചു. അല്ല, വീട്ടിലും ഇല്ല, ഇപ്പോൾ കയ്യിലും ഇല്ല, അങ്ങനെ ഗോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്നത് ഞാൻ ഉണ്ടാക്കി എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും എന്തെടുത്താലും അതിന് ഞാനൊരു എയിം കാണുന്നുണ്ട്, അതിന് ചെയ്യാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്ത വാക്കിന് ആ കൂട്ടുകാരൻ ചോദിച്ചു അത്രേ, നിൻ്റെ ബാങ്ക് ഡെപ്പോസിറ്റ് 5 ലക്ഷത്തിലേക്കാൾ കുറവായിരിക്കുമല്ലേ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം തൻ്റെ ജീവിതത്തിൽ എവിടെ കളിക്കണം, എന്ത് ചെയ്യണം, എത്രത്തോളം വരെ എനിക്ക് മുന്നോട്ട് പോകണം എന്ന് ലക്ഷ്യം നിശ്ചയിക്കാത്തിടത്തോളം ഒരാൾക്കും തൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരാനായിട്ട് സാധ്യമല്ല. ഞാൻ ഓർത്തുപോകും 2 ടീം പന്ത് കളിക്കാരുടെ ഒരനുഭവം. 2 പേരുടെയും കോച്ചുമാർ അവർക്ക് ഫുള്ളായിട്ട് അത്രയും മോട്ടിവേറ്റ് ചെയ്യാൻ ചേർത്തും ഒരു ഗോള് പോലും അവരടിക്കില്ല. ഇനി മരിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ അടിക്കുന്ന പന്ത് കൊണ്ട് മറ്റൊരാളെ നെഞ്ച് തുളച്ച് പുറത്ത് പോയാലും കുഴപ്പമില്ല, അത്ര സ്ട്രോങ്ങിൽ നിങ്ങൾ കളിച്ചേ പറ്റൂ, എന്തായാലും ഈ പ്രാവശ്യം 0-12 എന്നുള്ളതായിരിക്കുന്ന നമ്പറിലായിരിക്കണം നമ്മുടെ ജയം എന്ന് നിശ്ചയിച്ചു. എല്ലാവരും മോട്ടിവേറ്റഡായി ഫുൾ സ്ട്രോങ് ആയിരുന്നു. ഓപ്പോസിറ്റായിരിക്കുന്ന കളിക്കാരുടെ കോച്ചും ഒട്ടും മോശമായിരുന്നില്ല. അദ്ദേഹം അതെ പൂർണ്ണമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. 2 ഗ്രൂപ്പും ഞങ്ങൾ 0-12 എന്ന നമ്പറിൽ ജയിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് കളിക്കളത്തിലിറങ്ങി. എത്ര സമയം കളിച്ചിട്ടും 2 പേരുടെയും 0-0 അല്ലാതെ ഒരു ഗോൾ പോലും ആവുന്നില്ല. അവസാനം എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് നോക്കുമ്പോൾ അപ്പോഴാണ് മനസ്സിലാവുന്നത്, അവർ ഗോൾ സെറ്റ് ചെയ്തിട്ടില്ല, ഗോൾ പോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, എന്നാലല്ലേ പിന്നെ ഗോൾ അടിക്കാനാവുകയാണ്. ജീവിതത്തിൻ്റെ കളിയിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് പൂർണ്ണമായിട്ട് ജയിക്കണം എന്ന് നിശ്ചയിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഗോൾ പോസ്റ്റ് സെറ്റ് ചെയ്യാത്രത്തോളം കാലം നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒരു ഗോളെങ്കിലും നിങ്ങൾക്ക് അടിക്കാൻ സാധിക്കുമെന്ന് നിശ്ചയിക്കേണ്ട. അതുകൊണ്ട് ഗോൾ എന്ന് പറയുന്നത് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന നമ്മുടെ ഊർജമാണ്, പ്രചോദനമാണ്. രാത്രി 12 മണിക്ക് ജോലി ചെയ്യേണ്ടി വന്നാലും ചിരിച്ചുകൊണ്ട് എൻത്യൂസിയാസ്റ്റിക്കായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഗോളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കുന്ന ഊർജം വേണം. ലക്ഷ്യവും ലക്ഷണവും അത് രണ്ടും ഒരുപോലെ മുന്നോട്ട് പോകൂ. ലക്ഷ്യം നിശ്ചയിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ലക്ഷണം കൊണ്ടുവരാൻ സാധ്യമല്ല. തൻ്റെ ജീവിതത്തിൽ വേണ്ടത്ര ആഗ്രഹിക്കുന്ന പോലുള്ളതായിട്ടുള്ള വിജയം നേടാനും സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യബോധം അഥവാ ലക്ഷ്യത്തെ നിർദ്ധാരിതമാക്കുന്നത്, ഗോൾ സെറ്റിംഗ് എന്നത് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന എനർജിയാണ്, ശക്തിയാണ്. കിടക്കുകയാണെങ്കിൽ പോലും, കിടക്കുന്ന ഒരവസ്ഥയിൽ പോലും നിങ്ങൾക്ക് നിശ്ചയിച്ചൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അന്നത്തെ കാര്യം ചെയ്യാതെ കിടക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അത്തരത്തിൽ നമ്മുടെ ഉറക്കം കെടുത്താനുള്ളതായിരിക്കുന്ന ഊർജമാണ് ഗോൾ സെറ്റിംഗ്. അതുകൊണ്ട് ജീവിതത്തിൽ ലക്ഷ്യം നിശ്ചയിക്കാതെ എന്തെങ്കിലും ഒരു ജോലി എങ്ങനെയെങ്കിലും ചെയ്ത് എന്തെങ്കിലുമായി മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവർ എങ്ങനെയെങ്കിലും സന്തോഷിച്ചാൽ മതി എന്നതാണ് പ്രിൻസിപ്പൽ. അതുകൊണ്ട് സദാ ഹാപ്പിനെസ് വേണോ, സദാ സക്സസ് വേണോ, സദാ സമ്പന്നത വേണോ, തീർച്ചയായിട്ടും ജീവിതത്തിൽ എന്താകണം എന്ന് നിശ്ചയിച്ചിരിക്കണം, എന്ത് വേണം എന്ന് നിശ്ചയിച്ചിരിക്കണം. ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് ഒരു തടസ്സത്തിനും നിങ്ങൾ തടഞ്ഞു നിർത്താൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോകാനും ആ ലക്ഷ്യം നേടിയെടുക്കാനും സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.